റഷ്യയും യുക്രൈനും തമ്മിൽ ജനീവയിൽ നടന്ന 2 ദിവസത്തെ ചർച്ചകൾ കാര്യമായ വഴിത്തിരിവുകളില്ലാതെ അവസാനിച്ചു. വാഷിംഗ്ടൺ അർത്ഥവത്തായ പുരോഗതി റിപ്പോർട്ട് ചെയ്തപ്പോൾ റഷ്യ മനഃപൂർവ്വം നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അതൃപ്തി രേഖപ്പെടുത്തി. ജനീവയിൽ നടന്ന ചർച്ചകൾ ചൊവ്വാഴ്ച വൈകിട്ട് വരെ നീണ്ടുനിന്നുവെങ്കിലും ബുധനാഴ്ച 2 മണിക്കൂർ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ചർച്ചകളിൽ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിലും റഷ്യൻ പ്രതിനിധിയും വ്ളാഡിമിർ സെലൻസ്കിയും ചർച്ചകൾ വളരെ ഡിഫിക്കൾട്ട് എന്നാണ് സൂചിപ്പിച്ചത്. പ്രധാന ചർച്ചകൾക്ക് ശേഷം റഷ്യൻ പ്രതിനിധി വ്ളാഡിമിർ ബെഡെൻസ്കി വീണ്ടും ചർച്ചാവേദിയിലെത്തുകയും യുക്രൈനിയൻ പക്ഷവുമായി ഏകദേശം 1.5 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. യുക്രൈനിയൻസിനെ കൊല്ലാൻ സഹായിച്ചു എന്നാരോപിച്ച് ബെലറൂഷ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയ്ക്കെതിരെ വ്ളാഡിമിർ സെലൻസ്കി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സമാധാന സമിതിയായ ബോർഡ് ഓഫ് പീസ് ഗാസയിലെ റീകൺസ്ട്രക്ഷനെപ്പറ്റിയും സ്റ്റെബിലിറ്റി പ്ലാൻസിനെക്കുറിച്ചും ചർച്ച ചെയ്യാനായി ഇന്ന് വാഷിംഗ്ടണിൽ യോഗം ചേരും. സിറിയയിൽ അവശേഷിക്കുന്ന 1000 സൈനികരെ കൂടി 2 മാസത്തിനുള്ളിൽ പിൻവലിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. 2024 സൈനിക നിയമം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കേസിൽ മുൻ ദക്ഷിണ കൊറിയ പ്രസിഡന്റ് യൂൺ സുക് യോളിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. സോഷ്യൽ മീഡിയ കുട്ടികളിലുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള വിചാരണയിൽ മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് ലോസ് ഏഞ്ചൽസ് കോടതിയിൽ മൊഴി നൽകി. ചാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള UK പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറുടെ തീരുമാനത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026ന്റെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള നേതാക്കളെ അഭിസംബോധന ചെയ്യുകയും AIക്കായി മാനവ് എന്ന വിഷൻ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ M മോറൽ, A അക്കൗണ്ടബിൾ, N നാഷണൽ സോവറിനിറ്റി, A ആക്സസിബിൾ, V വാലിഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനുഷ്യരെ കേവലം അസംസ്കൃത വസ്തുക്കളായി കാണുന്നില്ലെന്ന് ഉറപ്പാക്കാൻ AIയെ ജനാധിപത്യവൽക്കരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. AI ഗവേണൻസിനെ ആണവോർജം കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തത്തോടെയാണ് അദ്ദേഹം ഉപമിച്ചത്. വ്യക്തിപരമായ വിവാദങ്ങളെ തുടർന്ന് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഉച്ചകോടിയിലെ തന്റെ മുഖ്യ പ്രസംഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ചൈനീസ് നിർമ്മിത റോബോട്ടിക് നായയെ തങ്ങളുടേതാണെന്ന് തെറ്റായി അവതരിപ്പിച്ചതിനെ തുടർന്ന് ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിയെ ഉച്ചകോടിയിൽ നിന്ന് പുറത്താക്കി. മാസപ്പിറവി കണ്ടതിനെ തുടർന്ന് ഇന്ത്യയിലുടനീളം ഇന്ന് വിശുദ്ധ റമദാൻ മാസത്തെ ആദ്യ വ്രതദിനമാണ്. മഹാരാഷ്ട്രയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് മകൻ ജയ് പവാർ ആവശ്യപ്പെട്ടു. ഭീകരവാദികളെ തുരത്തുന്നതിനായി ജമ്മു ആൻഡ് കാശ്മീരിന്റെ മലനിരകളിൽ CRPF 43 പുതിയ താൽക്കാലിക താവളങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് കനത്ത ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 500 പോയിന്റിലധികം കുറഞ്ഞ് 83,181ലും നിഫ്റ്റി 25,700-ന് താഴെയുമായി. സ്വർണ്ണവില പവന് 1,54,350 രൂപ എന്ന നിരക്കിൽ തുടരുമ്പോൾ വെള്ളി വിലയിൽ വൻ തകർച്ചയുണ്ടായി. കിലോയ്ക്ക് 2,55,000 രൂപ. നെതർലൻഡ്സിനെ 17 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ മുന്നേറി. അഭിഷേക് ശർമ്മ തുടർച്ചയായ 3-ാം മത്സരത്തിലും റണ്ണൊന്നുമെടുക്കാതെ പുറത്തായി. ദേശാഭിമാനിയിലെ മുൻ മാധ്യമപ്രവർത്തകരായ KV സുധാകരൻ, K മോഹൻദാസ്, ES സുഭാഷ് എന്നീ മുതിർന്ന മാധ്യമപ്രവർത്തകർ CPIMന്റെ സോഷ്യൽ മീഡിയ ടീമിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി ആസ്ഥാനമായ KKG സെന്ററിലെ സൈബർ വിഭാഗം മേധാവി MV നികേഷ് കുമാറിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇവരുടെ പടിയിറക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പരാജയപ്പെടുന്നതിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സജീവ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതായും ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് K ബാബു പ്രഖ്യാപിച്ചു. CPM പുറത്താക്കിയ B കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരൻ VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്തുവെച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. DMK സഖ്യത്തിൽ ചേർന്ന് നടൻ വിജയകാന്തിന്റെ DMDK. അഖിൽ മാരാർ 2020-ൽ ചേർന്നു. നിയമസഭയിലേക്ക് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും.
ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ വിൻസർ അറസ്റ്റിലായിരിക്കുന്നു. പബ്ലിക് ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്നാണ് കേസ്. എപ്സ്റ്റീൻ ഫയലുകളിലെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. KTDC ചെയർമാൻ സ്ഥാനം പി കെ ശശി രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലും ആരോഗ്യ പ്രശ്നങ്ങളാലുമാണ് താൻ സ്ഥാനമൊഴിയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. CPIM നേതൃത്വവുമായുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ രാജി. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണത്തെ തുടർന്ന് അദ്ദേഹത്തെ നേരത്തെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പി കെ ശശി UDFൽ ചേർന്നേക്കുമെന്നും അല്ലെങ്കിൽ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് UDF പിന്തുണയോട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ശക്തമായ അഭ്യൂഹങ്ങളുണ്ട്. KTDC സ്ഥാനം രാജിവെച്ചെങ്കിലും താൻ CPIM അംഗമായി തുടരുമെന്നും ട്രേഡ് യൂണിയൻ സ്ഥാനങ്ങളിൽ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ദി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി. ഇത് വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന തരത്തിൽ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു.